തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ KPCC മുഖ്യ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവിട്ടു 24. കെ മുരളീധരന്റെ തോൽവിക്കു കാരണം മുതിർന്ന നേതാക്കൾ മനഃപൂർവ്വം വരുത്തിയ വീഴ്ചയെന്ന റിപ്പോർട്ടിൽ പരാമർശം. കഴിഞ്ഞ ഓഗസ്റ്റിൽ കൈമാറിയ റിപ്പോർട്ടിൽ KPCC ഇതുവരെ നടപടിയെടുത്തിട്ടില്ല. അതേസമയം മാധ്യമങ്ങളിൽ വന്നതല്ല യഥാർത്ഥ റിപ്പോർട്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. കരുവന്നൂർ ബാങ്ക് വിവാദത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടുകൾ സുരേഷ് ഗോപിക്ക് അവസരം ഒരുക്കി. മണ്ഡലത്തിൽ 75,000-ലധികം വോട്ടുകൾ BJP ചേർത്തത് തിരിച്ചറിയാനോ തടയാനോ ജില്ലാ നേതൃത്വത്തിന് സാധിച്ചില്ല. ഇനി മത്സരത്തിനില്ലെന്ന സിറ്റിംഗ് MPയുടെ പ്രഖ്യാപനം സുരേഷ് ഗോപിക്ക് എതിരാളികളില്ലെന്ന പ്രതീതി വളർത്തി. ഇങ്ങനെ വീഴ്ചകൾ ഓരോന്നും എണ്ണിപ്പറഞ്ഞാണ് തോൽവി പഠിക്കാൻ KPCC നിയോഗിച്ച 3-അംഗ സമിതിയുടെ റിപ്പോർട്ട്. വ്യക്തികൾക്കെതിരെ കടുത്ത ആരോപണങ്ങളും ശുപാർശകളും അടക്കം 30 പേജുകളിലായാണ് റിപ്പോർട്ട്. തോൽവിക്ക് കാരണക്കാരായ നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞാണ് പരാമർശം. പുറത്തുവന്നത് യഥാർത്ഥ റിപ്പോർട്ടല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റിപ്പോർട്ട് ഞാൻ വായിച്ചതാണ്. എനിക്കത് വെളിപ്പെടുത്താൻ പറ്റില്ല. കാരണം പാർട്ടിയാണ് വെളിപ്പെടുത്തേണ്ടത്. സംഘടനാപരമായി KPCCക്കാണ് ഒരു റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട് ലീഡർഷിപ്പിലുള്ള ഒരാളെന്ന നിലയിൽ. പക്ഷെ ഇന്നിപ്പോൾ ചാനലിൽ വന്നിരിക്കുന്ന പേരുകളും അതൊന്നും ആയിട്ട് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും റിപ്പോർട്ടിലുള്ളതായിട്ട് എനിക്കറിയില്ല. റിപ്പോർട്ട് പുറത്തായതിൽ നേതാക്കൾക്ക് കടുത്ത അതൃപ്തി. പാർട്ടിയിലെ പടലപ്പിണക്കങ്ങളാണ് KPCC പുറത്തുവിടാത്ത റിപ്പോർട്ട് പരസ്യമായതിന് പിന്നിലെന്നാണ് ആരോപണം. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. തോൽവിക്ക് പിന്നാലെ രാജിവെച്ച തൃശൂർ DCC പ്രസിഡന്റിന്റെ ഒഴിവിലേക്ക് 4 ദിവസത്തിനകം പുതിയ നിയമനമുണ്ടാകുമെന്ന് ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. 24 തൃശൂർ.